നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് കുറച്ച് സംശയങ്ങളുടെ നിവൃത്തി വരുത്തുക എന്നുള്ളതാണ്. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ വീഡിയോ നമ്പർ 20 ആദ്യം ചെയ്ത ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ച വീഡിയോസാണ്. ആദ്യത്തെ ഒരു 36 എന്നിട്ടാണ് നമ്മൾ ജാതകത്തിൻ്റെ പല പല മേഖലകളിലേക്ക് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അതിൽ വീഡിയോ നമ്പർ 20 ശത്രുമിത്ര സ്ഥിതി പറയുന്നിടത്ത് ആൾക്കാർക്ക് അതിനകത്ത് ആ ശത്രുമിത്ര സ്ഥിതി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ടെക്നിക്ക് പറഞ്ഞു കൊടുത്തു. എനിക്കൊന്ന് ആ ടെക്നിക്കാന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ പാടായിപ്പോയി എന്ന് തോന്നുന്നു. കാരണം അത് ആ രീതിയിൽ കണ്ടുപിടിച്ച് വരുമ്പം കുറേ ആ ഒരു മൂലക്ഷേത്രത്തെ ബേസ് ചെയ്തിട്ട് ഞാനിങ്ങനെ പറഞ്ഞതാണത്. അപ്പം അത് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം കുറേ ആൾക്കാർ പറഞ്ഞു ശുക്രൻ്റെ ശത്രുമിത്ര സ്ഥിതിയും അതുപോലെ തന്നെ കുജൻ്റെ ശത്രുമിത്ര സ്ഥിതിയും അങ്ങോട്ട് ശരിയാവുന്നില്ല, എല്ലാത്തിൻ്റെയും കൂടെ ഒന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ട് ഒരു മെസ്സേജ് ഇട്ടു. അപ്പം എന്തിനാണ് ശത്രുമിത്ര സ്ഥിതി നോക്കുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് നോക്കാം. അതായത് ഉദാഹരണത്തിന് നമ്മളൊരു വിഷയം ചർച്ച ചെയ്യുമ്പം ഭാവവും ഭാവത്തിൻ്റെ തൽപ്പതിക്കും കാരകാക്യ ഗ്രഹത്തിനും ബലം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഭാവബലം ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ആ ഭാവബലം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഈ ഗ്രഹങ്ങൾ തമ്മിലുള്ള ബന്ധം നല്ലതാണോ എന്ന് നോക്കണം. ഉദാഹരണത്തിന് ഇപ്പം മിഥുനം ലഗ്നത്തിൽ ജനിച്ച ഒരാൾക്കാണെങ്കിൽ അയാളുടെ 1ാം ഭാവാധിപനും 4ാം ഭാവാധിപനുമായിരിക്കുന്ന ബുധൻ 5ാം ഭാവത്തിൽ പോയി നിൽക്കുമ്പം 5ാം ഭാവമായതാണ് ശുക്രന്റെ രാശിയാണ്. അപ്പോൾ ബുധന് ശുക്രൻ ഫ്രണ്ടും കൂടിയാണ്. ശത്രുമിത്ര സ്ഥിതിയിൽ ശുക്രൻ ഫ്രണ്ടാണ്, ബുധന്റെ ഫ്രണ്ടാണ് രവിയും ശുക്രനും. എന്നാൽ ബുധന്റെ രാശിയിലാണ് ശുക്രന് നീചം ഭവിക്കുന്നത്. അതായത് ശുക്രന് നീചാധിപത്യം ഉള്ളത് ബുധനാണ്. അപ്പം എന്താ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ബലം കൂടുന്ന ഏരിയയിൽ വേറൊരാൾക്ക് ബലം കുറയും. അവർ 2 സുഹൃത്തുക്കളായാലുള്ളൊരു ഗുണം എന്താ? ആ വിഷയം ഉണ്ടാവും, പക്ഷെ അനുഭവയോഗം ഉണ്ടാവില്ല. ഇപ്പൊ 1ാം ഭാവാധിപനും 4ാം ഭാവാധിപനും മിഥുനം രാശിക്കാർക്ക് ബുധനാകുമ്പോൾ ബുധൻ ശുക്രന്റെ ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ അത് 5ാം ഭാവത്തിൽ വരുമ്പോൾ അത് നല്ലതാണ്. എങ്ങനെയാണ്? അത് 1ൻ്റെയും 4ൻ്റെയും ഗുണം അവർക്ക് വരും. പക്ഷേ അത് ശുക്രൻ ആരാണ്? 5ാം ഭാവത്തിൻ്റെ അധിപൻ ആരാണ്? അത് ബുധൻ്റെ നീചാധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ്. അപ്പം എന്ത് ചെയ്യും? ആ എനർജികൾ തമ്മിൽ ഒരു ചേർച്ചക്കുറവ് ഉണ്ടാവുകയും അത് അനുഭവത്തിലേക്ക് പൂർണ്ണമായിട്ട് അത് ആസ്വദിക്കാൻ പറ്റാത്ത പോവുകയും ചെയ്യും. ഇങ്ങനെയാണ് അത് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്കിവിടെ ശത്രുമിത്ര സ്ഥിതിയെക്കുറിച്ചൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് നമുക്ക് രവിയുടെ നോക്കാം. രവിയുടെ ബന്ധുക്കൾ അല്ലെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ചന്ദ്രനും കുജനും ഗുരുവുമാണ്. ന്യൂട്രലായിട്ട് നിൽക്കുന്നത് ബന്ധു എന്ന് പറഞ്ഞു നിൽക്കുന്നത് ബുധനും ശുക്രനും ശനിയും ശത്രുവുമാണ്. അത് അടുത്തത് ചന്ദ്രന്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് അല്ലെ സുഹൃത്ത് എന്ന് പറയുന്നത് രവിയും ബുധനുമാണ്. കുജനും ഗുരുവും ശുക്രനും ശനിയും അദ്ദേഹത്തിന് സമന്മാരാണ്. ചന്ദ്രന് ശത്രുക്കളേ ഇല്ല. മനസ്സിന്റെ കാരകനല്ലേ, ഇദ്ദേഹം എവിടെ പോയി നിന്നാലും അവരുമായിട്ടൊരു താളത്തിൽ അങ്ങ് പോകും. ചന്ദ്രന് ശത്രുക്കളേ ഇല്ല. അടുത്തത് ബുധനാണ്. രവിയും ശുക്രനും ബന്ധുവാണ്. കുജൻ ഗുരു ശനിയും ഇവര് ന്യൂട്രലാണ്. ചന്ദ്രൻ ശത്രുവുമാണ്. പക്ഷേ ബുധന് ചന്ദ്രൻ ശത്രുവാണ്, ചന്ദ്രന് ബുധൻ മിത്രവുമാണ്. ചന്ദ്രന്റെ മകനാണ് ബുധൻ. അപ്പം ചേരും. പക്ഷെ ബുധന് ചന്ദ്രന് ഇഷ്ടമല്ല. നിങ്ങളൊരാൾ കാരണമാണ് എനിക്കിവിടെ അനുഭവിക്കേണ്ടി വന്നത് എന്ന് പറയുന്നതാണ് ബുധൻ ചന്ദ്രനെ കൊണ്ട്. എന്തിനാണ് എൻ്റെ ജനനം ഇങ്ങനെ ഉണ്ടാക്കിയത് എന്നൊക്കെ ചോദിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ. അപ്പം മറ്റുള്ളവരെ കുറ്റം പറയാനുള്ള ഒരു ടെൻഡൻസി ബുധനുണ്ട്. ബുധൻ എപ്പോഴും സ്വന്തം കാര്യത്തിൽ എപ്പോഴും സെൽഫ് സെൻറ്റേർഡ് ആയിരിക്കും, കുറ്റം പറഞ്ഞിട്ടിരിക്കും. അപ്പം മനസ്സ് എപ്പോഴും ബുധൻ്റെ ശത്രുവാണ് ചന്ദ്രൻ. അപ്പം മനസ്സെപ്പോഴും ശത്രുവായിക്കൊണ്ടിരിക്കും, സെൽഫ് സെൻറ്റേർഡ് ആയിട്ടിരിക്കും. ബുധൻ മെർക്കൂറിയൻ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരിക്കും. ബുധന് ചന്ദ്രൻ്റെ പക്ഷെ ചന്ദ്രന് ബുധനെ അടുപ്പിക്കാൻ പറ്റും. ആ എനർജി വെച്ചിട്ട് നിങ്ങളൊന്ന് നോക്കണം. നമുക്ക് ഈ ഭാവചിന്തയുടെ ഇടയ്ക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഈ ഓരോ സൈക്കോളജിക്കൽ മൈൻഡ് സെറ്റ് ഓരോ പ്ലാനറ്റിൻ്റെ എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കാം. ഈ 9 പ്ലാനറ്റിനെ ഓരോ വ്യക്തിയായിട്ട് എടുത്തിട്ട് അവരെങ്ങനെയൊക്കെ ചിന്തിക്കും എന്നുള്ളത്, അവർക്ക് ഇഷ്ടമുള്ളത് എന്താണ്, ഇഷ്ടമല്ലാത്തത് എന്താണ്, അവരുടെ നെഗറ്റീവ് ഷെയ്ഡ്സ് ഏതാണെന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് നോക്കാം. അടുത്തത് ശുക്രനും ബുധനും ശനിയുമാണ് ബന്ധുക്കൾ അല്ലെ ഫ്രണ്ട്സ്, സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്. കുജനും ഗുരുവും സമൻ അല്ലെങ്കിൽ ന്യൂട്രലായിട്ട് നിൽക്കുന്ന ആൾക്കാർ. രവിയും ചന്ദ്രനും ശുക്രനും ശത്രുവാണ്. കുജന് ചന്ദ്രനും രവിയും ഗുരുവും ഫ്രണ്ട്സ് ആണ്, ചേർച്ചയുള്ളവരാണ്. ശുക്രനും ശനിയും ചേരാത്തവരാണ്. അടുത്ത കുജന് ചന്ദ്രനും രവിയും ഗുരുവും ചേർന്ന് നിൽക്കുന്നവരാണ്, ഫ്രണ്ട്സ് ആണ്. ശുക്രനും ശനിയും സമന്മാരാണ്, ബുധൻ ശത്രുവാണ്. ഗുരുവിന് രവിയും ചന്ദ്രനും കുജനും
ബന്ധുവാണ്. ശനി ന്യൂട്രലാണ്. ബുധനും ശുക്രനും ഗുരുവിന് ശത്രുക്കളാണ്. ബുധനെയും കണ്ടെടുത്താൽ കണ്ടുകൂടാ, അതുപോലെ തന്നെ ശുക്രനെയും കണ്ടെടുത്താൽ കണ്ടുകൂടാ. എന്നാൽ ശുക്രന് വ്യാഴത്തിന് ഇഷ്ടമാണ്. ശുക്രന് വ്യാഴത്തിന് ഇഷ്ടവുമാണ്. വ്യാഴത്തിൻ്റെ രാശിയിലാണ് ശുക്രൻ ഉച്ചം ഭവിക്കുന്നത്. അപ്പോൾ ശുക്രൻ്റെ കാരകത്വത്തിന് വ്യാഴം സപ്പോർട്ടീവാണ്. വ്യാഴത്തിൻ്റെ കാര്യം നടത്തിയെടുക്കാൻ ശുക്രൻ സപ്പോർട്ടീവ് അല്ല. അങ്ങനെയാണ് ആലോചിക്കേണ്ടത്. അതായത് ശുക്രൻ്റെ ഒരു വിഷയം നമ്മൾ നടത്തിയെടുക്കണമെങ്കിൽ ദൈവാധീനവും ഭാഗ്യവും ഇതൊക്കെ വേണം. പക്ഷെ വ്യാഴത്തിൻ്റെ ഒരു കാര്യം, വ്യാഴത്തിൻ്റെ കാരകത്വത്തിലുള്ള കാര്യങ്ങളിൽ നമ്മൾക്ക് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ, അത് മെയിനായിട്ട് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ശുക്രൻ്റെ കാരകത്വം നമുക്ക് എപ്പോഴും തടസ്സമായിട്ടായിരിക്കും വരുന്നത്. ഇതെപ്പോഴും ഓർത്ത് വെച്ചേക്കുക. ഇതുപോലെ എല്ലാ ഗ്രഹങ്ങളുടെയും ഓർത്ത് വെച്ചേക്കുക. അടുത്തത് ശനിക്ക് ബുധനും ശുക്രനും സമന്മാരാണ്. ഗുരു ന്യൂട്രലാണ്. രവി ചന്ദ്രൻ കുജൻ ഇവർ ശത്രുക്കളാണ്. ശനിക്ക് രവി, ശനിക്ക് ചന്ദ്രൻ, രവി ശനിക്ക് കുജൻ, ഇത് മൂന്നും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു യോഗമാണ്. അപ്പോൾ അത് മൂന്നും ശനിക്ക് ഇവർ മൂന്ന് പേരും ചേരുകയില്ല. നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം. സണ്ണിന് മൂൺ, മാഴ്സ്, ജൂപ്പിറ്റർ ഫ്രണ്ട്സാണ്. ന്യൂട്രലായിട്ട് മെർക്കുറിയും എനിമീസായിട്ട് വീനസും സാറ്റേണും വരും. മൂണിന് സണ്ണ് മെർക്കുറി ഫ്രണ്ട്സാണ്. മാഴ്സ്, ജൂപ്പിറ്റർ, വീനസ്, സാറ്റേൺ ഇത് ന്യൂട്രലാണ്. എനിമീസ് ആരുമില്ല, ശത്രുക്കളില്ല ചന്ദ്രന്. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത മെർക്കുറിക്ക് അതായത് ബുധനും സണ്ണ്, വീനസ് ഫ്രണ്ട്സാണ്. മാഴ്സ്, ജൂപ്പിറ്റർ, സാറ്റേൺ എന്ന് പറയുന്നത് ന്യൂട്രലാണ്. മൂൺ എനിമിയാണ്. അടുത്ത വീനസിന് മെർക്കുറിയും സാറ്റേണും ഫ്രണ്ട്സും. മാഴ്സ്, ജൂപ്പിറ്റർ എന്ന് പറയുന്നത് ന്യൂട്രലും. സൺ, മൂൺ എന്ന് പറയുന്നത് എനിമീസുമാണ്. ഇനി മാഴ്സിന് അതായത് കുജന് സൺ, മൂൺ, ജൂപ്പിറ്റർ സൂര്യനും ചന്ദ്രനും ഗുരുവും ഫ്രണ്ട്സാണ്. വീനസ്, സാറ്റേൺ അത് ശുക്രനും ശനിയും ന്യൂട്രലാണ്. മെർക്കുറി അഥവാ ബുധൻ എനിമിയും ആണ്. ഇനി അടുത്തത് ജൂപ്പിറ്ററിൻ്റെ നോക്കാം. ജൂപ്പിറ്ററിൻ്റെത് സണ്ണ്, മൂണ്, മാഴ്സ് ഫ്രണ്ട്സാണ്. ന്യൂട്രലായിട്ട് വരുന്നത് സാറ്റേൺ ആണ്. മെർക്കുറി, വീനസ് എന്ന് പറയുന്നത് എനിമിയും ആണ്. അടുത്തത് സാറ്റേൺ, മെർക്കുറി, വീനസ് ആണ് ഫ്രണ്ട്സ്. ന്യൂട്രലായിട്ട് വരുന്നത് ജൂപ്പിറ്റർ ആണ്. അതുപോലെ തന്നെ എനിമീസ് ആയിട്ട് വരുന്നത് സൺ, മൂൺ, മാഴ്സ് ആണ്. ഇപ്പോൾ ശത്രുമിത്ര സ്ഥിതിയെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടാവും. ഈ ആദ്യത്തെ മാസ്റ്റർ ക്ലാസ്സിൻ്റെ 20ാമത്തെ ക്ലാസ്സിൽ നിങ്ങൾക്കുണ്ടായ സംശയം ഇതിലെന്തായാലും ദൂരീകരിക്കണം. ഇതെന്ന് പറയുന്നത് നൈസർഗികമായിട്ടുള്ള ശത്രുമിത്ര സ്ഥിതിയാണ്. ഇനിയിപ്പം ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഞാൻ അന്നത് പറഞ്ഞിരുന്നു, അതിൻ്റെ 21ാമത്തെ വീഡിയോ അതാണെന്ന് തോന്നുന്നു. താൽക്കാലിക ശത്രുമിത്ര സ്ഥിതി വീഡിയോ നമ്പർ 21 അതാണെന്ന് തോന്നുന്നു. എന്തായാലും ഒരു കാര്യം നോക്കിക്കോളൂ. ഒരു പ്ലാനറ്റിൻ്റെ താൽക്കാലിക ശത്രുമിത്ര സ്ഥിതി അത് ആ ഗ്രഹസ്ഥിതി വെച്ചാണ് നോക്കുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞ ശത്രുമിത്ര സ്ഥിതി എന്ന് പറയുന്നത് നൈസർഗികമാണ്. അത് എക്കാലവും അത് ഒരുപോലാണ്. ഇനി ഇതിൻ്റെ മാറ്റങ്ങൾ എങ്ങനെ വരുത്താമെന്നുള്ളത് ഭാവം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു താൽക്കാലിക ശത്രുമിത്ര സ്ഥിതിയും കൂടെ നമുക്ക് നോക്കാം. ഇത് രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷൻ വെച്ചിട്ടാണ് ഫലനിർണ്ണയം വരുന്നത്. ഒരു പ്ലാനറ്റിൻ്റെ 2nd ഹൗസ്, 3rd ഹൗസ്, 4th ഹൗസ്, 10th ഹൗസ്, 11th ഹൗസ്, 12th ഹൗസ് ഇവിടെ നിൽക്കുന്ന ഗ്രഹങ്ങൾ താൽക്കാലിക സുഹൃത്തുക്കളും. ഒരു പ്ലാനറ്റിൻ്റെ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും 1st സൈൻ, 5th സൈൻ, 6th സൈൻ, 7th സൈൻ, 8th സൈൻ, 9th സൈൻ അതായത് 1, 5, 6, 7, 8, 9 എന്നീ സ്ഥലത്ത് നിൽക്കുന്ന ഗ്രഹങ്ങൾ എന്താ താൽക്കാലിക ശത്രുക്കളുമാണ്. അപ്പം നൈസർഗിക ശത്രുവും താൽക്കാലിക ശത്രുവും കൂടി ഒരുമിച്ച് ചേർന്നാൽ കടുത്ത ശത്രുവാകും. നൈസർഗിക ശത്രുവും താൽക്കാലിക സുഹൃത്തും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നൈസർഗിക ശത്രുവിൻ്റെ ശക്തി കുറയും. നൈസർഗിക സുഹൃത്തും താൽക്കാലിക സുഹൃത്തും കൂടെ ഒരുമിച്ച് ചേർന്നാൽ നല്ല ഫലവും കിട്ടും. ഇങ്ങനെയൊക്കെയാണ് ഗ്രഹങ്ങളുടെ ബലം കണ്ടുപിടിക്കുന്നത്. എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്, എങ്ങനെയാണ് സാർ ഇതിൻ്റെയൊക്കെ ബലം കണ്ടുപിടിക്കുന്നത്, ഗ്രഹങ്ങളുടെ ബലം എങ്ങനെയാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് എന്നൊക്കെ ചോദിക്കും. ഇതുപോലുള്ള കുറേ കാര്യങ്ങളിലൂടെയാണ് ബലം കണ്ടുപിടിക്കുന്നത്. ഇനി ഞാനൊരു കാര്യം പറയാം. ഇനി എൻ്റെ ഒരു ഒബ്സർവേഷനിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയാം. നമ്മളെല്ലാത്തിനെയും ഗ്രഹങ്ങളിലൂടെ കാണണം. സർവ്വ വിഷയങ്ങളെയും ഗ്രഹങ്ങളുടെ കാരകത്വത്തിലൂടെ കാണാം. പൊള്ളുന്ന ഒരു സാധനം കണ്ടാൽ, ചൂടുള്ള ഒരു സാധനം കണ്ടാൽ അതിൻ്റെ കുജൻ്റെ കാരകത്വം കൊണ്ടുവരണം. തണുക്കുന്ന ഒരു സാധനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ജലത്തിൻ്റെ ഒരു കാരകം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ ചന്ദ്രൻ്റെ കാരകത്വം വരണം. അപ്പം കുജനെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ നല്ല ചേർച്ചയാണ് അല്ലേ? കുജനെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ ഫ്രണ്ടാണ് ആണല്ലോ. അപ്പം കുജന് ചില സ്ഥലങ്ങളിൽ ചന്ദ്രൻ ചേരും. ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം കുജൻ ന്യൂട്രലുമാണ്. എന്നാൽ നമ്മൾക്ക് ഊർധഗതിയായിട്ടുള്ള ഉയർന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പം കുജൻ്റെ കാരകത്വത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പം
ഉദാഹരണത്തിന് കുജൻ്റെ കാരകത്വത്തിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ മനസ്സിൻ്റെ കാരകനായിട്ടുള്ള ചന്ദ്രൻ അവിടെ വർക്ക് ചെയ്യില്ല. എങ്ങനെയാ? ചന്ദ്രൻ്റെ ക്ഷേത്രത്തിലാണ് കുജൻ ഒട്ടും ബലമില്ലാതെ പോകണം. അപ്പം കുജന് സമനാണെങ്കിൽ, ഫ്രണ്ട് ആണെങ്കിലും ആ ചന്ദ്രൻ്റെ കാരകത്വത്തിലുള്ള വിഷയം പൂർണ്ണമായിട്ട് പലപ്പോഴും അനുഭവിക്കാൻ പറ്റാതെ പോകുന്നത്, മനസമാധാനം പൂർണ്ണമായിട്ട് കിട്ടാതെ പോകുന്നതിൻ്റെ കാരണം എന്താ? കുജൻ ചന്ദ്രക്ഷേത്രത്തിൽ, ചന്ദ്രൻ്റെ എനർജി ഫീൽഡിൽ, ഓൺ ഹൗസിൽ എന്താണ്? നീചനാവുകയാണ് ചെയ്യുന്നത്. അവിടെ ആരാ ഉച്ചനാവുന്നത്? അവിടെ ഉച്ചാധിപത്യം വരുന്ന ആർക്കാ? വ്യാഴത്തിനാണ്. അപ്പം ഈശ്വരാനുഗ്രഹം കൂടുന്ന സ്ഥലത്തെ വ്യാഴത്തിൻ്റെ കാരകത്വത്തിലുള്ള വിഷയങ്ങൾ ചെയ്യുമ്പം മാത്രമാണ് ചന്ദ്രൻ സ്വസ്ഥനാവുന്നത്, സമാധാനമാവുന്നത്. എന്നാൽ കുജന് ചന്ദ്രൻ ഫ്രണ്ട് ആയതുകൊണ്ട് കുജൻ്റെ കാരകത്വത്തിലുള്ള വിഷയങ്ങളൊക്കെ ചെയ്യാൻ മനസ്സ് അനുവദിക്കും, മനസ്സ് ചെയ്യും. അതിന് വാസനയുള്ളവർക്ക് അത് പറ്റും. പക്ഷെ മനസമാധാനം, അൾട്ടിമേറ്റ് ആയിട്ടുള്ള ചന്ദ്രൻ്റെ ഓൺ സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി, ആ ഓൺ ഹൗസിൻ്റെ എഫക്റ്റ് ആ കുജന് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? വ്യാഴത്തിൻ്റെ കാരകത്വത്തിലുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്താൽ മാത്രമേ ആ ചന്ദ്രക്ഷേത്രത്തിൽ ഏറ്റവും ബലമുള്ള ഗ്രഹമായിട്ടുള്ള വ്യാഴത്തിൻ്റെ തലത്തിലേക്ക്, അല്ലെ സ്വസ്ഥതയുടെ തലത്തിലേക്ക് വളരാൻ പറ്റും. സ്വസ്ഥതയുടെ ഗ്രഹമാണ് വ്യാഴം, വിസ്ഡത്തിൻ്റെ ഗ്രഹമാണ് വ്യാഴം, സമാധാനത്തിൻ്റെ ഗ്രഹമാണ് വ്യാഴം, ഭാഗ്യത്തിൻ്റെ വ്യാഴം. ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളെയും നമുക്ക് നോക്കാം. ബുധൻ്റെ ഉച്ചാധിപത്യം വരുന്ന സ്വന്തം ക്ഷേത്രത്തിൽ തന്നെയാണ്. ബുധൻ്റെ ക്ഷേത്രത്തിൽ വേറെ ആർക്കും ഉച്ചം വരുന്നില്ല. അതുകൊണ്ട് പുള്ളിയെ ഒരു തരത്തിലും, പുള്ളിയുടെ ആ സെൽഫ് സെൻറ്റേർഡിനെ, മെർക്കുറിയൻ സെൽഫ് സെൻറ്റേർഡ്നെസ്സിനെ, അല്ലെ പുള്ളിയുടെ ആ മെർക്കുറിയുടെ സെൽഫ് സെൻറ്റേർഡ് ക്യാരക്ടറിനെ മാറ്റാൻ ആർക്കും കഴിയില്ല. ഇവർക്ക് അതുകൊണ്ട് ഈ ബുധൻ്റെ റിലേഷൻഷിപ്പ് പരാജയമാവെന്ന് പറയുന്നത്. കാരണം ബുധൻ കാണിക്കലേ ഉണ്ടാവും. മറ്റുള്ളവരുടെ മുന്നിൽ കെട്ടിപ്പിടിച്ച് നടക്കണമെന്ന് കാണിക്കുക, മറ്റുള്ളവരുടെ മുന്നിൽ സ്നേഹിക്കണമെന്ന് കാണിക്കുക, മറ്റുള്ളവരുടെ മുന്നിൽ സ്നേഹം പ്രകടിപ്പിക്കുന്ന കാണിക്കുക. കമ്മ്യൂണിക്കേഷനാണ്. ഞങ്ങൾ ഭയങ്കര സംഭവങ്ങളാണ്, ഞങ്ങൾ അടിപൊളിയാണെന്ന് മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുക എന്നുള്ളതാണ് ബുധൻ. പക്ഷേ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണെങ്കിൽ അവിടെ ശുക്രൻ നീചനാവുന്ന സ്ഥലമാണ് ബുധൻ്റെ ക്ഷേത്രത്തിൽ. അപ്പോൾ കാണിക്കലേ ഉള്ളൂ. അവിടെ പണ്ടുള്ളവർ പറയത്തില്ല അഴകുള്ള ചക്കയിൽ ചുളയില്ലെന്ന്, ആ കാണിക്കലേ ഉള്ളൂ, ആ ഉള്ളിലൊന്നും ഉണ്ടാവില്ല. അതേസമയത്ത് ശുക്രൻ എവിടെയാണ് ഉച്ചനാവുന്നത്? ശുക്രൻ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലാണ് ഉച്ചനാവുന്നത്. അപ്പോൾ ശുക്രൻ്റെ കാരകത്വം നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട്, ശുക്രൻ്റെ കാരകത്വം നടക്കണമെങ്കിൽ എന്താണ് വേണ്ടത്? ശുക്രന് വ്യാഴത്തിനെ ആരായി കാണണം? ന്യൂട്രലായിട്ട് കാണണം. അതിനിടയിലായിട്ട് ഫ്രണ്ടായിട്ടല്ല, ന്യൂട്രലായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് ന്യൂട്രലായിട്ട് നിന്നുകൊണ്ട്, കാരണം വ്യാഴത്തിൻ്റെ എല്ലാ കാരകത്വവും ശുക്രനെ പറ്റില്ല, എന്നാൽ പോലും പൂർണ്ണ ബഹുമാനത്തോടു കൂടി ന്യൂട്രലായിട്ട് നിന്ന് അവിടെ നിൽക്കുമ്പോൾ എന്താണ്? ശുക്രൻ്റെ കാരകത്വം കിട്ടുകയും ബുധൻ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ ഇല്ലാതാവുകയും ചെയ്യുകയാണ്. വ്യാഴക്ഷേത്രമായിട്ടുള്ള മീനത്തിൽ ബുധൻ നശിക്കുകയും ചെയ്യണം. അപ്പം മീനം രാശിയുടെ ക്യാരക്ടറിസ്റ്റിക്സും വ്യാഴത്തിൻ്റെ സ്വഭാവമായിട്ടും ശുക്രൻ്റെ സ്വഭാവമായിട്ടും ബുധൻ ചേരില്ല എന്നുള്ളിടത്താണ് നമ്മളിങ്ങനെ ശത്രുമിത്രസ്ഥിതി മനസ്സിലാക്കുമ്പോൾ ഓരോ വിഷയങ്ങൾക്കും നമുക്കിതെങ്ങനെ നോക്കാം, ഈ ഗ്രഹങ്ങളുടെ കോമ്പിനേഷൻസ് എങ്ങനെ നോക്കാം, ഇവരുടെ എനർജീസ് തമ്മിൽ എങ്ങനെ ബാലൻസ് ചെയ്യും എന്നൊക്കെ ഉള്ളത് നോക്കാം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഏകദേശം ശത്രുമിത്രസ്ഥിതിയെക്കുറിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ആ വീഡിയോ നമ്പർ 20 ഒന്നുകൂടെ ഒന്ന് കണ്ടിട്ട് ഈ നോട്ട്സും കൂടെ നിങ്ങളുടെ അവിടെ എഴുതി വെച്ചോളുക. അപ്പോൾ അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.